വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പിളർപ്പിന് ശേഷമുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ ആദ്യ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് ആരംഭിച്ചു. ഫ്രാൻസിസ് ജോർജിന്റെ കൊഴിഞ്ഞുപോക്ക് സൃഷ്ടിച്ച ആഘാതം, സീറ്റ് വിഭജനം തുടങ്ങിയ വിഷയങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ചയാകും. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ് കോട്ടയത്ത് നിന്നും. പ്രശാന്ത്, പിളർപ്പിന് ശേഷമുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ ആദ്യ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? മറ്റു വിവരങ്ങൾ കൂടി. അല്പസമയം മുമ്പാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസായി കോട്ടയത്ത് ആരംഭിച്ചിരിക്കുന്നത്. ഫ്രാൻസിസ് ജോർജിൻ്റെ പിളർപ്പിന് ശേഷമുണ്ടായും പാർട്ടിക്കുണ്ടായിട്ടുള്ള പ്രതിസന്ധിയും ആഘാതവും പരിഹരിക്കുന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകും. ഒപ്പം ഇന്നലെ കോൺഗ്രസുമായി ഉഭയകക്ഷി ചർച്ച നടന്നിരുന്നു സീറ്റ് സംബന്ധിച്ച കാര്യത്തിൽ. ഇതിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് അനുസൃതമായ രീതിയിൽ സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പരിഭവം കെ എം മാണി ഈ യോഗത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു. ഏകദേശം 22 സീറ്റോളമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലവിൽ 15 സീറ്റുകൾ മാത്രമാണ് കേരള കോൺഗ്രസിനുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾ ലഭ്യമാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ, അത്തരത്തിലേക്ക് 10-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയിലേക്ക് ഉന്നയിക്കേണ്ട ആവശ്യങ്ങൾ, ഇത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഒരു കരട് രൂപം നൽകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, പൂഞ്ഞാർ, കുട്ടനാട്, ഏറ്റുമാനൂർ തുടങ്ങിയ ചില സീറ്റുകൾ കോൺഗ്രസ് തിരികെ നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇന്നലത്തെ ഉഭയകക്ഷി ചർച്ചയിലുണ്ടായിരുന്നു. അത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകും. എന്തായാലും മധ്യ തിരുവിതാംകൂറിൽ പാർട്ടിക്കുണ്ടായിട്ടുള്ള ഒരു വലിയൊരു പ്രതിസന്ധി, പ്രത്യേകിച്ച് ഫ്രാൻസിസ് ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള കൊഴിഞ്ഞുപോക്കിന് ശേഷം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ രാജിവെച്ച് അല്ലെങ്കിൽ പാർട്ടി വിട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. ഇത് നിയന്ത്രിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്ത്, തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയായിരിക്കും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക. വ്യക്തമാണ്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. മുസ്ലിം വ്യക്തി നിയമത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് ജസ്റ്റിസ് കമാൽ പാഷ വ്യക്തമാക്കി. വ്യക്തി നിയമത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണമെന്നും പുരുഷ മേധാവിത്വത്തിന് വഴിതെളിച്ചത് മതമേലധ്യക്ഷന്മാരെന്നും കമാൽ പാഷ പറഞ്ഞു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുല്യ അവകാശമെന്ന് സ്ത്രീകൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, തുല്യത നേടിയെടുക്കാൻ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരണമെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. വിവാഹകാര്യത്തിലും വിവാഹമോചന കാര്യത്തിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ അവകാശമാണുള്ളത്. ഭാര്യയെ മൊഴിച്ചൊല്ലി കൂടുതൽ വിവാഹങ്ങൾ കഴിക്കാൻ പുരുഷന്മാർക്ക് അവസരമൊരുക്കുമ്പോൾ മതമേലധ്യക്ഷന്മാർ കോടതിയെപ്പോലെ പെരുമാറണമെന്നും ന്യായാന്യായങ്ങൾ വിലയിരുത്തി നീതിയുടെ പക്ഷത്തുനിന്നും തീരുമാനങ്ങൾ എടുക്കണം കമാൽ പാഷ പറഞ്ഞു. മുസ്ലിം ലോ കോഡിഫൈ ചെയ്തേക്കുന്നത് അത് കോഡിഫൈഡ് ലോ അല്ല, യഥാർത്ഥത്തിൽ ഒന്നുമില്ല. പ്രസിഡൻഷ്യൽ വാല്യൂസ് മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു നിയമമാണ് മുസ്ലിം ലോ എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലവിലിരിക്കുന്ന നിയമം. ഖുർആൻ അനുശാസിക്കുന്ന എല്ലാം വേണം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് എത്ര കല്യാണം ഉണ്ടെങ്കിലും കഴിക്കാം, ഒരു കുഴപ്പമില്ല. എത്ര കുഞ്ഞുങ്ങളാവാം, അതൊന്നും ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ സ്ത്രീ അതിനെ എപ്പോ വേണമെങ്കിലും എടുത്ത് ദൂരെ എത്തിയാം. ഗാർഹിക പീഡന നിയമങ്ങൾ ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ലെന്നും പിന്തുടർച്ചാവകാശ നിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണമെന്നും ജസ്റ്റിസ് കമാൽ പാഷ അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഭരണഘടന, ലിംഗസമത്വം, വിശ്വാസം എന്നീ വിഷയത്തിൽ നിസ സംഘടിപ്പിച്ച സംവാദം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മെത്രാൻ കായൽ നികത്താനുള്ള ഉത്തരവിൽ അപാകതകളുണ്ടെങ്കിൽ പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പദ്ധതിക്കെതിരെ സുധീരൻ ആക്ഷേപം അറിയിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം കായൽ നികത്താൻ അനുമതി നൽകിയ തീരുമാനം പിൻവലിക്കണമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ ആവശ്യപ്പെട്ടു. ഇതിനുള്ള ആപ്ലിക്കേഷൻ ഈ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുണ്ടായിരുന്നു. ഏതെങ്കിലും വിധത്തിൽ അതിന് തെറ്റായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ കാര്യം പരിശോധിക്കും. KPCC പ്രസിഡന്റ് ഇത് സംബന്ധിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ പരിശോധിക്കും. ഈ കാര്യം സംബന്ധിച്ച് KPCCക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട്. KPCC ഉപസമിതി നേരത്തെ തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തീരുമാനം പിൻവലിക്കണം എന്ന് റവന്യൂ മന്ത്രിയോട് ആദ്യമേ ആവശ്യപ്പെട്ടു. ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രിയുമായും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായും സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നു. അവരുമായും ഇതേ സംബന്ധിച്ചിടത്തോളം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പൊതുവേ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കായൽ നികത്താൻ അനുമതി നൽകിയതിൽ കോടികളുടെ അഴിമതിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. LDF അധികാരത്തിലെത്തിയാൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കും.
കാറിന്റെ ഡിക്കിയിൽ തറക്കല്ലുമായി നടക്കുന്ന ആളാണ് മുഖ്യമന്ത്രിയെന്നും കോടിയേരി ബാലകൃഷ്ണൻ പരിഹസിച്ചു. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങൾ നോക്കി ധാരാളം ഉദ്ഘാടന പരിപാടികൾ നടത്തി. ഉമ്മൻചാണ്ടി പോകുമ്പോൾ കാറിനകത്ത് നിരവധി തറക്കല്ലുകൾ ഡിക്കിയിലിട്ടിട്ടാണ് യാത്ര. വഴിക്ക് നിർത്തുക, ഒരു തറക്കല്ലിടുക, ഇങ്ങനെ ഇട്ട് തറക്കല്ല് മുഴുവൻ തീർന്നു. ഈ ഇട്ട തറക്കല്ലിന്റെ മുകളിൽ തന്നെ ഒരു ശവക്കല്ലറ UDF-ന് തീർക്കാൻ പറ്റുന്ന അത്ര കല്ല് എല്ലാ സ്ഥലത്തും ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ കേരളത്തിലെ ജനങ്ങൾ ഈ ഇട്ട തറക്കല്ലറക്ക് മുകളിൽ UDF-ന്റെ ശവക്കല്ലറ തീർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 425 ഏക്കർ കായലും നെൽവയലും നികത്താൻ അനുമതി കൊടുത്തിരിക്കുകയാണ്. കോടിക്കണക്കിന് ഉറുപ്പികയുടെ അഴിമതിയാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഈ 3 മന്ത്രിസഭാ യോഗം ചേർന്ന് 822 ഫയലുകളിലാണ് തീരുമാനം ഉണ്ടാക്കിയത്. ഈ 822 തീരുമാനങ്ങളും അഴിമതി നിറഞ്ഞ തീരുമാനങ്ങളാണ് ഗവൺമെന്റ് കൈക്കൊണ്ടത്. 13,000-ൽ പരം ആളുകളെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഓരോരുത്തരെയും സ്ഥിരപ്പെടുത്തുന്നതിന് 5 ലക്ഷവും 10 ലക്ഷവും കൈക്കൂലി വാങ്ങിയിട്ടാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വീണ്ടും ഒളിയമ്പുമായി ജേക്കബ് തോമസ്. സൂര്യതാപമേറ്റവരുടെ ശാപമാണോ വയൽ കായൽ നികത്തൽ ശ്രമമെന്ന് ചോദിച്ചാണ് ജേക്കബ് തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കോൺഗ്രസിലെ AI ഗ്രൂപ്പ് തർക്കങ്ങളും വയൽ നികത്താൻ വാർത്തകൾ പുറത്തുവരുന്നതിന് കാരണമായെന്ന് ജേക്കബ് തോമസ് വിലയിരുത്തുന്നതായാണ് സൂചനകൾ. കൊടുവള്ളിയിലെ ലീഗ് വിമത സ്ഥാനാർത്ഥി കാരാട്ട് റസാഖ് പ്രചാരണം ആരംഭിച്ചു. മണ്ഡലത്തിലെ പ്രധാന ലീഗ് നേതാക്കളെല്ലാം കാരാട്ട് റസാഖിനൊപ്പം പ്രചാരണത്തിൽ സജീവമാണ്. കൊടുവള്ളിയിലെ കരുത്തനായ ലീഗ് നേതാവ് കാരാട്ട് റസാഖ് പാർട്ടി സ്ഥാനങ്ങളെല്ലാം രാജിവെച്ചാണ് വിമത സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയിരിക്കുന്നത്. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച ഘട്ടത്തിൽ കാരാട്ട് റസാഖ് നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നു. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ മണ്ഡലത്തിലെ ഓരോ കേന്ദ്രങ്ങളിലും എത്തി ജനങ്ങളെ നേരിൽ കണ്ട് താൻ മത്സരിക്കാനിടയായ സാഹചര്യം വിശദീകരിക്കുകയാണ് റസാഖ്. സംസ്ഥാന കമ്മിറ്റി നിയോജകമണ്ഡല കമ്മിറ്റിയുമായി ആശയവിനിമയം നടത്താതെ ദുബായിലുള്ള ഒരു വ്യവസായ പ്രമുഖന് വേണ്ടി PK കുഞ്ഞാലിക്കുട്ടി ഈ സീറ്റ് വിട്ടു നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. മണ്ഡലത്തിലെ ഭൂരിഭാഗം ലീഗ് പ്രവർത്തകരുടെ പിന്തുണയും തനിക്കുണ്ടെന്നും കൊടുവള്ളിയിൽ തന്റെ വിജയം ഉറപ്പാണെന്നും റസാഖ് പീപ്പിൾ TVയോട് പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരുടെ ആശയവിനിമയത്തിൽ കൂടി വന്ന ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാൻ വേണ്ടി ഞാൻ രംഗത്ത് വന്നിട്ടുള്ളത്. കൊടുവള്ളിയിലെ പ്രധാന ലീഗ് നേതാക്കൾക്കൊപ്പമാണ് റസാഖ് പ്രചാരണത്തിനിറങ്ങിയത്. റസാഖിന് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളും മണ്ഡലത്തിൽ നിറഞ്ഞു കഴിഞ്ഞു. കൊടുവള്ളിയിലും പരിസര പ്രദേശങ്ങളിലും വലിയ ജനസ്വാധീനമുള്ള കാരാട്ട് റസാഖ് വിമത സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയത് ലീഗ് കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. PTA റഹീമിന് പിന്നാലെ കാരാട്ട് റസാഖും പാർട്ടി വിട്ടത് ലീഗ് നേതൃത്വത്തിന് വലിയ തലവേദനയാകുമെന്ന് ഉറപ്പാണ്. കൊടുവള്ളിയിൽ നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് വനഭൂമി പതിച്ചു നൽകുന്ന ചട്ടങ്ങളിലും സർക്കാർ ഭേദഗതി വരുത്തി. പതിച്ചു നൽകിയ വനഭൂമിയിൽ പാറ ഖനനമാകണമെന്നാണ് ഭേദഗതി നിർദ്ദേശം. ക്വാറി മാഫിയയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ചട്ടഭേദഗതിയുടെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. പശ്ചിമഘട്ടം ക്വാറി മാഫിയയ്ക്ക് തീരെഴുതുന്നതിന് ഭൂപതിവ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയത് നേരത്തെ വിവാദമായിരുന്നു. ഇതിനു പിന്നാലെയാണ് മറ്റു വനമേഖലകളിലെ ക്വാറി മാഫിയകൾക്ക് വേണ്ടി വനഭൂമി പതിച്ചു നൽകൽ ചട്ടത്തിലും ഭേദഗതി വരുത്തുന്നത്. ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനായി പാറഖനനമാകാമെന്നാണ് പുതിയ ഭേദഗതി. ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിൽ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ ഭേദഗതി നിർദ്ദേശത്തിന്റെ പകർപ്പാണ് പീപ്പിൾ പുറത്തുവിടുന്നത്. കൃഷിക്കല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് ഭൂമി ഉപയോഗിച്ചാൽ പട്ടയം റദ്ദാക്കുമെന്ന വ്യവസ്ഥയും പുതിയ നിർദ്ദേശത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. പതിച്ചു കിട്ടിയ ഭൂമിയിൽ 1 വർഷത്തിനകം ഉടമ താമസിക്കണമെന്ന വ്യവസ്ഥയും കരടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സമയപരിധി 30 വർഷമാക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. 1970-ലെ വനഭൂമി പതിവ് ചട്ടം അനുസരിച്ച് പതിച്ചു നൽകിയ ഭൂമിയിലധികവും വൻതോതിൽ പാറസമ്പത്തുണ്ട്. കൃഷിയോഗ്യ വനഭൂമി പതിച്ചു നൽകൽ ഭേദഗതി ചട്ടം 2016 എന്ന് പേരിട്ട പുതിയ നിർദ്ദേശങ്ങൾ കൃഷിക്ക് വേണ്ടിയല്ല, വൻതോതിലുള്ള പാറഖനനം ലക്ഷ്യമിട്ടാണെന്നും വ്യക്തം. ഭേദഗതി അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. പവിത്രമായ പരിസ്ഥിതി നിയമങ്ങളെല്ലാം മാഫിയകൾക്ക് വേണ്ടി കാറ്റിൽ പറത്തുകയാണ് റവന്യൂ വകുപ്പ്. വനഭൂമി പതിച്ചു നൽകൽ ചട്ടങ്ങളിൽ വരുത്തിയ പുതിയ ഭേദഗതി നിർദ്ദേശമാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. MR സജേഷ്, തിരുവനന്തപുരം.
എയർ ആംബുലൻസിന്റെ പേരിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനങ്ങളെ കബളിപ്പിക്കുന്നുവെന്ന് പിണറായി വിജയൻ. പദ്ധതിക്ക് തുടക്കമായതായി ഉമ്മൻചാണ്ടി പ്രസ്താവിച്ചിരുന്നു. എന്നാൽ ഇതുവരെ പദ്ധതിക്ക് വ്യോമയാന മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചിട്ടില്ല. കബളിപ്പിക്കൽ ഉമ്മൻചാണ്ടിക്ക് വ്യാജ പ്രതിച്ഛായ നിർമ്മിക്കാനാണെന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. പിൻവാതിൽ വഴി നിയമനം നൽകിയ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ നീക്കം. ഭരണഘടനാ വ്യവസ്ഥയും സുപ്രീംകോടതി ഉത്തരവും മറികടന്നാണ് 30,000-ഓളം പേരെ സ്ഥിരപ്പെടുത്തുന്നത്. നിയമനം റദ്ദാക്കണമെന്ന ശുപാർശ അവഗണിച്ച സർക്കാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് നടത്തുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം 30,000-ഓളം പേരെയാണ് വിവിധ വകുപ്പുകളിൽ താൽക്കാലിക ജീവനക്കാരായി നിയമിച്ചത്. എന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം 25% നിയമനങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ധനകാര്യ സെക്രട്ടറി അടക്കമുള്ള വകുപ്പ് സെക്രട്ടറിമാർ സമർപ്പിച്ച പഠന റിപ്പോർട്ട് മറികടന്നാണ് ഇവരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ നീക്കം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലെ സ്ഥിരപ്പെടുത്തൽ നീക്കം വലിയ കോഴ ഇടപാടുകൾക്കാണ് വഴിവെക്കുക. റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾ സംബന്ധിച്ച വിവരങ്ങൾ സർക്കാർ പൂഴ്ത്തിവെക്കുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുവെന്ന് വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനു അഭിപ്രായപ്പെടുന്നു. ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ചോദിച്ചപ്പോൾ അത് ക്യാബിനറ്റിൻ്റെ പരിഗണനയിലാണ്, അത് നൽകാനാവില്ല എന്ന നിയമവിരുദ്ധമായ ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വന്ന സാഹചര്യത്തിൽ പിൻവാതിലൂടെയുള്ള ഈ നിയമനത്തിൽ വൻ അഴിമതിയാണ് നടക്കാൻ പോകുന്നത്. ആ വസ്തുത പുറത്തു വരുമെന്ന ഭയം കൊണ്ട് തന്നെയാണ് ഈ വിവരം തടയുന്നത്. അക്കൗണ്ടന്റ് ആൻഡ് ഓഡിറ്റർ ജനറൽ ഇതിനെ സംബന്ധിച്ച് ശക്തമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന് നൽകിക്കഴിഞ്ഞു. അത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഈ നടപടി സ്വീകരിക്കാതെ പിൻവാതിലിലൂടെ താൽക്കാലിക ജീവനക്കാരെ എടുത്തുകൊണ്ടുള്ള നിയമവിരുദ്ധമായൊരു നടപടിയാണ്. ഭരണഘടനയുടെ 309 അനുച്ഛേദത്തിൻ്റെ നഗ്നമായ ലംഘനമാണ്. സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ്. PSC വഴി നിയമനം കാത്തിരിക്കുന്ന നിരവധി ഉദ്യോഗാർത്ഥികളെ അവഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഇഷ്ടക്കാർക്ക് നൽകിയ താൽക്കാലിക നിയമനം സ്ഥിരപ്പെടുത്തുന്നത് എന്നത് ഖേദകരമാണ്. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. കശുവണ്ടി മേഖലയിലെ കുത്തക മുതലാളിമാരുമായി NK പ്രേമചന്ദ്രനും കൊടിക്കുന്നിൽ സുരേഷും ഒത്തുകളിച്ച് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കാൻ കൂട്ടുനിന്നുവെന്ന് ചെറുകിട കശുവണ്ടി വ്യവസായികൾ. തോട്ടണ്ടിയുടെ സീസണായതോടെ വിലക്കുറവിൽ ചെറുകിട വ്യവസായികൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നത് തടയാനാണ് NK പ്രേമചന്ദ്രനും കൊടിക്കുന്നിൽ സുരേഷും ശ്രമിച്ചതെന്നും ആക്ഷേപം ഉയരുന്നു. ഐവറി കോസ്റ്റ് ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോൾ തോട്ടണ്ടി വിൽപ്പനയുടെ സീസണാണ്. അവിടുത്തെ സർക്കാർ 1 കിലോ തോട്ടണ്ടിക്ക് 35 രൂപ വില നിശ്ചയിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ 52 രൂപയാകും. എന്നാൽ NK പ്രേമചന്ദ്രനെ സ്വാധീനിച്ച് വൻകിട കശുവണ്ടി മുതലാളിമാർ 9.5% ഇറക്കുമതി നികുതി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് തോട്ടണ്ടി കിലോയ്ക്ക് 62 രൂപയായി. ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയില്ലാതെ വലയുമ്പോഴാണ് നിലവിലുള്ള ചെറുകിട ഫാക്ടറികൾ കൂടി പൂട്ടിക്കാനുള്ള നീക്കം MPയുടെ സഹായത്തോടെ നടക്കുന്നതെന്നും അവർ ആരോപിച്ചു. ഇതിൽ ഗൂഢാലോചനയാണുള്ളത്. കശുവണ്ടി മേഖലയിൽ 1-2 ഫാക്ടറികൾ വെച്ച് നടത്തുന്ന മുതലാളിമാരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കുത്തക മുതലാളിമാരുടെ അഴിഞ്ഞാട്ടത്തിനാണ് കശുവണ്ടി ഇവിടുത്തെ കൊല്ലം MPയും മിസ്റ്റർ കൊടിക്കുന്നിൽ സുരേഷും NK പ്രേമചന്ദ്രനെ പോലുള്ളവർ ചെയ്യുന്നത്. കഴിഞ്ഞ ഡിസംബർ 12 പ്രധാനമന്ത്രി വന്നപ്പോൾ പ്രധാനമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഈ കൊല്ലത്തെ MPയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ ഇറക്കുമതി തോട്ടണ്ടി കഴിഞ്ഞ 50 വർഷമായിട്ട് ഒരിക്കലും ഉണ്ടാകാത്തൊരു സംഭവം 9.36% നികുതി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ബിനാമി പേരിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള നീക്കം തടയാനാണ് താൻ ശ്രമിച്ചതെന്ന് പ്രേമചന്ദ്രന്റെ നിലപാട്. ഇപ്പോഴത്തെ നികുതി വർധനവ് കശുവണ്ടി കോർപ്പറേഷനും തിരിച്ചടിയായി. ആയിരക്കണക്കിന് കശുവണ്ടി തൊഴിലാളികളാണ് തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ലോകോത്തര ടെന്നീസ് താരം സ്റ്റെഫി ഗ്രാഫിന്റെ പേരിൽ ഉമ്മൻചാണ്ടിയുടെ തട്ടിപ്പ്. കേരള ആയുർവേദത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാക്കിയത് സ്റ്റെഫി അറിയാതെ. പ്രഖ്യാപനം നടത്തിയത് മുഖ്യമന്ത്രി നേരിട്ടായിരുന്നു. സ്റ്റെഫിയുടെ വെബ്സൈറ്റിൽ കേരള ആയുർവേദമില്ല. ഇതിഹാസ ടെന്നീസ് താരം സ്റ്റെഫി ഗ്രാഫിനെ ആയുർവേദത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാക്കാൻ തീരുമാനിച്ചത് 2015 ജൂൺ 24 ചേർന്ന ക്യാബിനറ്റ് യോഗമാണ്. ക്യാബിനറ്റ് യോഗത്തിനു ശേഷം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ. പിന്നെ വിസിറ്റ് കേരള സ്കീമിൻ്റെ ഭാഗമായി ആയുർവേദ ബ്രാൻഡ് അംബാസിഡർ അവരുമായിട്ട് ധാരണയായി ഡിസ്കസ് ചെയ്തിട്ടാണ്. ഇനി സ്റ്റെഫി ഗ്രാഫിന്റെ വെബ്സൈറ്റിലേക്കൊന്ന് നോക്കുക. താൻ ബ്രാൻഡ് അംബാസിഡറായ കമ്പനികളുടെ പേര് വിവരം സ്റ്റെഫി ഗ്രാഫിന്റെ തന്നെ വെബ്സൈറ്റിൽ പറയുന്നത് ഇങ്ങനെ. ലോകപ്രശസ്ത ഷൂ ആൻഡ് ആക്സസറീസ് നിർമ്മാതാക്കളായ അഡിഡാസ്, വാച്ച് നിർമ്മാതാക്കളായ ലോൺലിനസ്, ജർമ്മനിയിലെ പ്രമുഖ ഫിറ്റ്നസ് ക്ലബ്ബായ മിസ്റ്റർ സ്പോർട്ടി,
പ്രമുഖ പ്രകൃതിദത്ത തേയില നിർമ്മാതാക്കളായ ടീ കൈനി എന്നിവയുടെ ബ്രാൻഡ് അംബാസഡറാണ് താനെന്ന് സ്റ്റെഫി ഗ്രാഫ് തന്നെ പറയുന്നുണ്ട്. എന്നാൽ അതിലെവിടെയും താൻ കേരള ആയുർവേദത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറാണെന്ന് പറയുന്നില്ല. ഭർത്താവും ഇതിഹാസ ടെന്നീസ് താരവുമായ ആന്ദ്രെ അഗാസിക്കൊപ്പം അമേരിക്കയിലെ ലേസ് വെഗാസിൽ താമസിക്കുന്ന സ്റ്റെഫി ഗ്രാഫ് താൻ കേരളമെന്ന സംസ്ഥാനത്തിൻ്റെ ആയുർവേദത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായതിനെപ്പറ്റി ബോധവതിയേ അല്ല. ടൂറിസം വകുപ്പിലെ ഒരു ഉന്നതനുമായി ഞങ്ങൾ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ ഇക്കാര്യം അറിയിക്കുന്നതിനായി തങ്ങൾ സ്റ്റെഫി ഗ്രാഫിൻ്റെ മാനേജറെ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ നാളിതുവരെ സ്റ്റെഫി ഗ്രാഫുമായി നേരിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഒരു അന്താരാഷ്ട്ര പ്രശസ്തയായ കായിക താരത്തെ കേരള ആയുർവേദത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറാക്കിയത് അവർ അറിഞ്ഞിട്ടേയില്ല എന്നത് ഒരേ സമയം ചിരിക്കാനും ചിന്തിക്കാനും വക നൽകുന്ന കാര്യമാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ്. മൂന്നാർ പള്ളിവാസൽ വില്ലേജിൽ ആരോഗ്യവകുപ്പിന്റെ 2.6 ഏക്കർ ഭൂമി എറണാകുളം കേന്ദ്രീകരിച്ച ഭൂമാഫിയകൾ കയ്യേറി. 2014 നടന്ന കയ്യേറ്റം മുഖ്യധാരാ മാധ്യമങ്ങളടക്കം മറച്ചുവെച്ചു. കോടികൾ വില വരുന്ന സർക്കാർ ഭൂമിയിൽ കയ്യേറ്റം നടന്നതായി തഹസിൽദാർ കളക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. മൂന്നാർ പള്ളിവാസൽ വില്ലേജിലെ ചിത്തരപുരം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് 1969 KSEBിൽ നിന്നും ആരോഗ്യവകുപ്പ് വാങ്ങിയ 13.5 ഏക്കർ ഭൂമിയിൽ നിന്നും 2.6 ഏക്കർ ഭൂമിയാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ സ്വകാര്യ വ്യക്തി കൈക്കലാക്കിയത്. സർവേ നമ്പർ 222-2, 222-3, 223 എന്നിവയിൽപ്പെട്ട 2.6 ഏക്കർ ഭൂമിയാണ് കയ്യേറിയത്. കോടികൾ വിലമതിക്കുന്ന ഭൂമിയിലാണ് കയ്യേറ്റം നടന്നത്. കയ്യേറ്റം സംബന്ധിച്ച് ആശുപത്രി അധികൃതർ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർക്കടക്കം നൽകിയ പരാതിയിൽ ഇനിയും നടപടി സ്വീകരിച്ചിട്ടില്ല. ഭൂമിയുടെ കരമൊടുക്കുന്നത് വില്ലേജ് രേഖകൾ പ്രകാരം എറണാകുളം സ്വദേശിയായ ആരോഗ്യവകുപ്പിലെ തന്നെ ഒരു ജീവനക്കാരനാണെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പരാതി അന്വേഷിച്ച തഹസീൽദാർ കയ്യേറ്റം നടന്നതായി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടിക്ക് ജില്ലാ ഭരണകൂടം ഇനിയും തയ്യാറായിട്ടില്ല. സർവേ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടന്ന കയ്യേറ്റത്തിൽ കുറ്റക്കാർക്കെതിരെ വകുപ്പ് തല നടപടി പോലും ഇനിയും ഉണ്ടായിട്ടില്ല. കയ്യേറ്റം തടഞ്ഞ് ഭൂമി വീണ്ടെടുക്കാൻ ആയില്ലെങ്കിൽ കോടികളുടെ സ്ഥലമാകും സർക്കാരിന് നഷ്ടമാകുക. ലെസ്ലി ജോൺ, ഇടുക്കി. ഗുജറാത്തിലേക്ക് 10 ഭീകരരെത്തിയെന്ന പാക് രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെയും കൊൽക്കത്ത വിമാനത്താവളം 24 മണിക്കൂറിനുള്ളിൽ ബോംബ് വെച്ച് തകർക്കുമെന്ന ഇമെയിലിന്റെയും പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നസീർ ഖാൻ ജഞ്ജുവയാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് രഹസ്യാന്വേഷണ റിപ്പോർട്ട് കൈമാറിയത്.